അയ്യോ വണക്കം എൻ്റെ പൊന്നു ഭായിമാരെ തിരിച്ചു വരൂ എന്നാണ് കേരളത്തിലെ നിർമ്മാണ മേഖലയിലെയും ഹോട്ടൽ മേഖലയിലെയും എന്തിനു പറയുന്നു കാർഷിക മേഖലയിലെ പോലും മുതലാളികൾ കാർഷികമൊന്നും പറയാൻ ഒന്നുമില്ല പിന്നെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നാലും ആ മുതലാളികൾ എല്ലാം തന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം വേറൊന്നുമല്ല, ബംഗാളിൽ വോട്ട് ചെയ്യാൻ പോയ നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ ഭായിമാർ മടങ്ങി വരുന്നില്ല എന്നുള്ള നിലവിളി ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ ചാനലുകളെല്ലാം ഉയർത്തിവിടുന്നുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിലെയും നിർമ്മാണ മേഖലയിലെയും ഹോട്ടൽ മേഖലയിലെയും എല്ലാം തൊഴിലാളികൾ എവിടെ പോയി എന്ന് അവരുടെ മുതലാളിമാരും അന്വേഷിക്കുന്നുണ്ട്. ഇവന്മാരോട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു തരാടാ, വാടാ, ഇവിടെ നിൻ്റെ മറ്റേ ബക്കറ്റും മഗ്ഗൊക്കെ ഇരിക്കണടാ, വന്ന് എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് പോലും യുവമാരും തിരികെ വരാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഓമനപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ ഹോളിഡേ നടക്കുകയാണ്, അതായത് അവധിക്കാലം നടക്കുകയാണ്, അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തക്കുടു വാവകളായിട്ടുള്ള അതിഥി തൊഴിലാളികൾ എന്നാണ് ഇവന്മാർ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന യഥാർത്ഥത്തിൽ യുവന്മാർ ഇങ്ങനെ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ 4 പാടുന്നും ഈ ബംഗാളികൾ ചാടി ഇറങ്ങി വന്ന് യുവന്മാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന് എങ്ങനെയാണ് ഈ ബംഗാളികളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്നൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ബംഗാളികളല്ല, ഇത് ബംഗ്ലാദേശികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഇടയിൽ NIA കയറിപ്പറ്റിയിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്മാരായിട്ടുള്ള സുഡാപ്പികളുണ്ടല്ലോ, ഈ സുഡാപ്പികളുടെ ഓരോ കടയിൽ, ഇറച്ചി കടയിലും ആ കടയിലും ഈ കടയിലൊക്കെ NIA സംഘം ബംഗാളി എന്ന പേരിൽ എന്ത് ചെയ്തു, പോയി ജോലിക്ക് നിന്നു. ഒരു ദിവസം രാത്രി 2 മണിക്ക് യുവമാരെല്ലാം അള്ളിക്കൊണ്ട് പോകാനായിട്ട്, പോപ്പുലർ ഫ്രണ്ട് മുതലാളിമാരെല്ലാം അള്ളിക്കൊണ്ട് പോകാനായിട്ട് NIA നമ്മുടെ ഫ്ലൈറ്റിൽ പറന്നിറങ്ങിയല്ലോ. ആ പറന്നിറങ്ങിയ സമയത്ത് കിടന്നുറങ്ങുന്ന നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് മുതലാളിയുടെ അടുത്ത് ഇറച്ചി വെട്ടാൻ നിന്ന ബംഗാളി വന്ന് തട്ട് വിളിക്കുകയാണ്, അരേ ബായ് ഉഠോ എന്ന്. ഇവനാണെങ്കിൽ കണ്ണും മിഴിച്ച് നോക്കിയപ്പം ഇന്നലെ വരെ ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന ബംഗാളി നല്ല ടക്കിൻ ടീഷർട്ടും ബെൽറ്റും കൃത്യമായിട്ടൊരു ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇട്ട് നിൽക്കുന്നത്. എന്താണ് നീ വീട്ടിൽ വല്ലതും പോണാ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുത്തത് യവനെ തട്ടി തോളി കയറ്റി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോഴാണ് ഇവന്മാർക്ക് മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ടുകാരന്മാർക്കിടയിൽ ബംഗാളികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ബംഗാളികൾക്കിടയിൽ ബംഗാളികൾ എന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറി യവന്മാരുടെ ടെക്നിക്ക് പഠിക്കാൻ നിന്ന NIA ഉദ്യോഗസ്ഥനാണ് അത് എന്ന് യവന്മാർക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തു തന്നെയായിരുന്നാലും ഈ ബംഗാളികളൊക്കെ തിരിച്ചു വരും എന്ന് കരുതിയിരിക്കുകയാണോ? ആരും വരില്ല. അവന്മാരെല്ലാം ബംഗ്ലാദേശിലോട്ട് ചാടിപ്പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ബംഗാളിൽ നിന്ന് കൂട്ടപ്പലായനം ബംഗ്ലാദേശിലേക്ക് നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ ബംഗ്ലാദേശിലോട്ട് അവന്മാർ ചെന്നല്ലോ, ഈ ബംഗ്ലാദേശിൻ്റെ ധാക്കയിൽ ഒരു വലിയ കലാപം അഥവാ പ്രൊട്ടസ്റ്റ് അഥവാ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. എന്തിനാണ് ആ പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് വേറൊന്നിനുമല്ല, സുവേന്ദു അധികാരിയെ ഞങ്ങൾ അതിർത്തിയിൽ കൊന്നു കുഴിച്ചു മൂടും എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിൻ്റെയൊക്കെ കളി ഈ തമിഴ്നാട്ടിലല്ലേ നടക്കും, ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവമാർ ബംഗാളിൽ നിന്ന് ചാടി ബംഗ്ലാദേശിലോട്ട് പോയിട്ട് അവിടെ പ്രൊട്ടസ്റ്റിൽ പങ്കുചേർന്നുകൊണ്ട് മര്യാദയ്ക്ക് അതിർത്തികൾ തുറന്നിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആരെന്ന് നീ കാണും എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗാളി കിടന്ന് വെല്ലുവിളിക്കാൻ പറ്റില്ല. ബംഗാളി കിടന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ സുവേന്ദു അധികാരി ആദ്യം കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ഇവിടെ കിടന്ന് നീയൊക്കെ മുള കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതാ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവന്മാർ ഗാസയിൽ ചെയ്തത് കണ്ടല്ലോ, അതുപോലെ നിന്നെയൊക്കെ ചുരുട്ടി കൂട്ടും എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഇതിൽ ഡെസ്പായ നമ്മളെ പാവം ബംഗാളികൾ കുട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് നേരെ ബംഗ്ലാദേശിൽ പോയി അവിടെ കിടന്ന് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും അതിൻ്റെ ദൃശ്യങ്ങളും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശികൾ അങ്ങോട്ടേക്ക് ചാടിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ മലയാള മാധ്യമങ്ങളുടെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലയാളിക്ക് നാണം തോന്നണം. ഒന്നാമത്തെ കാര്യം, അതായത് ഇവന്മാർ വാർത്ത കൊടുക്കുന്നത്, ഏഷ്യാനെറ്റും മനോരമയൊക്കെ വാർത്ത കൊടുക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക ഘടന തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ വിഭാഗമായിരുന്നു ബംഗാളികൾ. അയ്യയ്യയ്യയ്യേ എന്നാണ് വാർത്ത കൊടുക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക ഘടന ഇവന്മാർ പിടിച്ചു നിർത്തുന്നു, പല മേഖലകളിലും ഇവരെ അതിഭീകരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. അതിലൊന്ന് നിർമ്മാണ മേഖല. ഈ നിർമ്മാണ മേഖലയിൽ 17.5 മുതൽ 20 ലക്ഷം വരെ ബംഗാളികളാണ് ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഇവരുടെ അസാന്നിധ്യം അതിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഉൽപ്പാദന മേഖല. ഈ ഉൽപ്പാദന മേഖലയിൽ 6.5 ലക്ഷം ബംഗാളികളാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഹോട്ടൽ കാർഷിക രംഗം, ആ മേഖലയിൽ 2.5 ലക്ഷം ബംഗാളികളാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. ഈ
ബംഗാളികളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചുപോയി. വോട്ട് ചെയ്തിട്ട് വരാൻ സേട്ടാ എന്ന് പറഞ്ഞ് പോയിട്ട് ഇവന്മാർ വോട്ട് ചെയ്തിട്ട് ഒരുത്തന്മാർ പോലും തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. ചോട്ടൂനെയും മോട്ടൂനെയൊക്കെ വിളിച്ചപ്പോൾ അവൻ്റെ അഡ്രസ്സ് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മുതലാളി പറഞ്ഞിട്ടുണ്ട്, ആ ബംഗാളിക്ക് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ട്രെയിനിൽ പ്രശ്നമാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറി വാ, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്ത് തരാം എന്ന് ഇവിടെയുള്ള ഹോട്ടൽ മുതലാളിമാർ പറഞ്ഞപ്പോൾ ഇവന്മാർ ഈ ചേട്ടാ വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറയുന്നത്, അവിടെ തൊഴിലവസരങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കാം അവിടെയുള്ള ബംഗാളികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തത് എന്നുള്ളത്. അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയ സർക്കാർ വന്ന ശേഷം ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ അവിടെ വന്ന് നിക്ഷേപത്തിന് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സുവേന്ദു അധികാരി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് 45 കിലോമീറ്റർ അതിർത്തിയുണ്ടല്ലോ ഈ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി. ഈ 45 കിലോമീറ്റർ അതിർത്തി മുള്ളുവേലി കെട്ടിത്തിരിക്കാൻ അതിൻ്റെ ഭൂമി BSFന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പിന്നെ വേറൊരു ശുഭകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് ത്രിപുരയിലാണ് നടന്നത്. ത്രിപുരയിൽ 2 ബംഗ്ലാദേശികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ബംഗ്ലാദേശിയെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത നമ്മൾ അധികം കേട്ടിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, എവിടെയെങ്കിലും ഒരു ബംഗ്ലാദേശിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ബംഗാളിൽ അറിയാമായിരുന്നു. ബംഗ്ലാദേശിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ യോമാർ 10 ഹിന്ദുക്കളെ വോട്ടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ അധികാരം മാറി. ബംഗാളിൽ അധികാരം മാറിയപ്പോൾ മുള്ളുവേലിയിൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ചാടുന്ന ബംഗ്ലാദേശിയോട് ഇവിടെയുള്ള BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പറഞ്ഞു, അനിൽ ചാടരുത്, ചാടിയാൽ നമ്മൾ എന്ത് ചെയ്യും, നെഞ്ചത്ത് തുളയിടുമെന്ന് പറഞ്ഞു. ഇവൻ ഇപ്പോഴും അധികാരം മാറിയത് അറിയാതെ ഏതോ 2 ബംഗാളികൾ ഇങ്ങോട്ട് ചാടി വന്ന് അവന്മാരെ 2നെയും വെടിവെച്ച് കൊന്ന് ആ മൃതദേഹം BGBക്ക്, അതായത് ബംഗ്ലാദേശി ഗാർഡിന് കൃത്യമായിട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള നടപടികളാണ് ഓരോ സ്ഥലത്തു നിന്നും വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബംഗാളികൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇവിടെയുള്ള കേരളത്തിലെ ഹോട്ടൽ ഉടമകളോടും ഉൽപ്പാദന മേഖലയിലെ മുതലാളിമാരോടും പിന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺട്രാക്ടർമാരോടും പറയാനുള്ളത് അവന്മാരിനി വരില്ല. ഈ ബംഗ്ലാദേശിൽ ഒരു പ്രൊട്ടസ്റ്റ് കിടക്കുന്നുണ്ടല്ലോ, അതായത് സുവേന്ദു അധികാരിക്കെതിരെ, നമ്മുടെ നാടിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രൊട്ടസ്റ്റ് കിടക്കുന്നത്. ആ ബംഗ്ലാദേശിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ വിഷ്വൽസൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്തൊന്ന് നോക്കി നോക്ക്. ചിലപ്പോൾ ഇവന്മാരെല്ലാം അതിനകത്ത് കാണാനായിട്ട് സാധ്യതയുണ്ട്. ചോട്ടും മോട്ടും ഒക്കെ അതിനകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. സുവേന്ദു അധികാരിക്കെതിരെ വധഭീഷണിയാണ് അവിടെ മുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അവിടെയുള്ള പല നൂറുൽ ഹുദ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും വക്താക്കന്മാരെല്ലാം പറയുന്നത്, ഞങ്ങളിവിടെ 11 കോടി മുസ്ലിങ്ങൾ ഇരച്ചെത്താൻ പോവുകയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ. ഇന്ത്യയെ ആക്രമിച്ച് സുവേന്ദു അധികാരിയെ കീഴ്പ്പെടുത്തി നമ്മൾ ബംഗാളിനെ ബംഗ്ലാദേശിനോട് ചേർക്കും, മമതാ ബാനർജിയെ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയായി അവരോധിക്കും എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പിക്ചർ എന്ന് പറയുന്നത്. പോരാത്തതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 45 കിലോമീറ്റർ വേലി കെട്ടാനായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശും ബംഗാളും തമ്മിൽ തീരുമാനമായിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെ 45 കിലോമീറ്റർ വേലി കെട്ടാനായിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ പ്രതികരണം വന്നത് ബംഗ്ലാദേശിൽ നിന്നായിരുന്നു. ബംഗ്ലാദേശ് ആദ്യം ഒഫീഷ്യലായിട്ടുള്ള പ്രതികരണമാണ് വന്നത്. ബംഗ്ലാദേശിൻ്റെ ശുഭേന്ദു സർക്കാരിനെതിരെ അവിടെയുള്ള സർക്കാരിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള ആൾ ആദ്യം പറഞ്ഞത്, ഇതൊന്നും കൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എവിടെ വന്ന് വേണമെങ്കിലും ചർച്ച ചെയ്യാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, നമുക്കൊരു രമ്യതയിൽ പോകുന്നതല്ലേ നല്ലത്. ആദ്യം ഭീഷണി, അതിനുശേഷം യഥാർത്ഥ മുഖം പുറത്തു വന്ന് ദയനീയ ഭാവം. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവായിട്ടുള്ള ഹുമയൂൺ കബീറാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മുള്ളുവേലി കൊണ്ടൊന്നും നമ്മളെ ഒന്നും മുള്ളുവേലി കൊണ്ട് തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നാണ് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മമതാ ബാനർജിയുടെ സമനില തെറ്റി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. വട്ടായി പോയെന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. മമതാ ബാനർജി പടയപ്പേല നീലാംബരിയെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പുറത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അഭിഷേക് ബാനർജി, മമതാ ബാനർജി പാല് കൊടുത്ത് വളർത്തിയ പാമ്പ്, ഇവനാണെങ്കിൽ എന്ത് ചെയ്തു, TMCയെ പിരിക്കണം, ഞാൻ പിളർത്തി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ TMCയെ പിളർത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. TMC ഗുണ്ടകളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ BJPക്കാരുടെ അടി പേടിച്ച് BJPക്കാർ മറ്റേ കമ്പും കുറുവടിയൊക്കെ ആയിട്ട് ഇവന്മാരെ വീടും ചവിട്ടി തുറന്ന് അകത്ത് കയറി വരുമ്പോൾ ഇവന്മാർ കാവി ഷോളൊക്കെ അവിടെ കൊടുത്ത് ജയ് ശ്രീറാം വിളിച്ചിരിക്കുകയാണ്. BJPക്കാരെ അടിക്കാനായിട്ട് കൈ ഉയർത്തുമ്പോൾ ഇവന്മാർ ജയ് ശ്രീറാം ബായ് എന്ന് പറയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കുറച്ച് വിളഞ്ഞ വിത്തുകളായിട്ടുള്ള TMC ഉണ്ട്. ആ TMC ഗുണ്ടകളാണെങ്കിൽ ചെയ്യുന്നത് കാവി ഉടുത്തുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കാനായിട്ട് അവന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് കേന്ദ്ര സർക്കാർ ശുവേന്ദു അധികാരിക്ക് ഒരു നോട്ടീസ് കൊടുത്തു. അതായത് അവന്മാർ ഇങ്ങനെ അവിടെ ഇറങ്ങുന്നുണ്ട്,
അതൊന്ന് ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സുവേന്ദു അധികാരിക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പോയ ബംഗ്ലാദേശികൾ ഒന്നും തന്നെ തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന കേരളത്തിലെ മുതലാളിമാരോടും കോൺട്രാക്ടർമാരോടും ഉൽപ്പാദന മേഖലയിലെ പല ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ ആ വിഷ്വലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ അവിടെ നിന്ന് പോയ ചോട്ടവും കോട്ടും ഒക്കെ ചിലപ്പോൾ അവിടെ കാണും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.